മറ്റൊരു വാർത്തയിലേക്ക്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ തുടർ നടപടികൾക്കായി പെൺകുട്ടിയുടെ കുടുംബം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തും. ആദ്യ പരാതി ഹൈക്കോടതി ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയതാണെങ്കിലും പുതിയ സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഭർത്താവ് രാഹുൽ ഹൈക്കോടതിക്ക് നൽകിയ ഉറപ്പുകൂടി ലംഘിച്ചിരിക്കുകയാണ് എന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പുതിയ പരാതിയായി ചൂണ്ടിക്കാണിക്കാനാണ് നീക്കം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നു. ഡാനി, ഇന്നലെ ഡാനിയോട് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതാണ്, അതായത് വീണ്ടും കോടതിയെ സമീപിക്കാൻ പോവുകയാണ് എന്നുള്ളത്. നേരത്തെ ഈ പന്തീരാങ്കാവ് കേസ് കോടതിയിൽ ഒത്തുതീർപ്പായി എങ്കിൽ പോലും അത് പുനഃപരിശോധിക്കണമെന്നുള്ള ഒരു നിലപാടാണല്ലോ കുടുംബത്തിന്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു നിയമവശങ്ങൾ, എങ്ങനെയാണ് ഇവർ കരുതുന്നത്, എങ്ങനെയാണ് ഉപദേശം അവർക്ക് അഭിഭാഷകർ നൽകുന്നത്? എൽദോ, ഇക്കാര്യത്തിൽ അഭിഭാഷകർ ഒരു കൂടിയാലോചനകൾ ഒരു ആദ്യവട്ടം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസ് പുതിയ കേസായി രജിസ്റ്റർ ചെയ്ത് പരാതി ഇപ്പോൾ പുതുതായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ആ കേസിനൊപ്പം തന്നെയാണ് നേരത്തെ റദ്ദാക്കിയ കേസ്, അതായത് രണ്ടുപേരും കൂടി സംബന്ധിച്ച കോടതിക്ക് മുൻപാകെ കൗൺസിലിംഗ് എല്ലാം നടത്തി അവർ ഒരുമിച്ച് ജീവിക്കാനെല്ലാം തന്നെ ധാരണയായതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അന്ന് കോടതിക്ക് നൽകിയ ഉറപ്പുകളുണ്ട്. കൗൺസിലിംഗ് സമയത്ത് രണ്ടുപേരും സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ രാഹുലും രാഹുലിൻ്റെ കുടുംബവും എല്ലാം തന്നെ അതിൽ നിന്ന് വളരെ വിഭിന്നമായാണ് പിന്നീട് പെരുമാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആ തൽസ്ഥിതി എന്നത് ആദ്യ കേസിൽ ഉണ്ടായപ്പോൾ കോടതിക്ക് മുൻപാകെ നൽകിയ ഉറപ്പുമേൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ രീതിയിലുള്ള ലംഘനമാണ് നടന്നതെന്ന ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുകയും അതോടൊപ്പം തന്നെയാണ് പെൺകുട്ടി രണ്ടാമതായി ഇപ്പോൾ ഈ മർദ്ദനമേറ്റ പുതിയ സാഹചര്യമുണ്ട്, വീണ്ടും മർദ്ദനമേറ്റ സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലീസിൽ പരാതി എഴുതി നൽകിയിട്ടുമുണ്ട്. അതിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ തന്നെ കോടതിക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. തനിക്ക് ഗുരുതരമായ രീതിയിൽ തന്നെ ഭർത്തൃ വീട്ടിൽ നിന്ന് ഈ മാനസികമായ പീഡകൾ ഏൽക്കേണ്ടി വന്ന സാഹചര്യം, ഭർത്താവിൽ നിന്ന് ഗുരുതരമായി തന്നെ ശാരീരികമായി മുറിപ്പെടുത്തിയിരിക്കുന്നു, തനിക്ക് പരിക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്, ഇതിൽ അവർ നിർബന്ധിതമായിട്ട് തന്നെ അവരൊരു നല്ല ജോലി ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്നെല്ലാം തന്നെ അവരെ രാജിവെപ്പിച്ചുകൊണ്ട് തീർത്തും നിരാലംബയാക്കുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ അവരെത്തിച്ചു. അപ്പോൾ ഈ രീതിയിൽ ഇന്നലെ അവരുടെ പിതാവ് പറയുന്നതനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ഒരു സൈക്കോപാത്ത് എന്ന രീതിയിലാണ് മകളുടെ ഭർത്താവ് ഇടപെട്ടിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇത് കോടതിക്ക് മുന്നിലേക്കും അതോടൊപ്പം തന്നെ പുതിയ പരാതികളിലും എല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ അധ്യക്ഷ തന്നെ അവർ നേരിട്ട് വിളിച്ച് സംസാരിച്ചുവെന്ന് പിതാവ് പറഞ്ഞു. ഇതിൽ നിയമപരമായ എല്ലാവിധ പിന്തുണയും തന്നെ അവർക്ക് നൽകുന്നു. മാനസികമായി അവർ കൂടുതൽ കരുത്താർജിച്ച് വരിക, അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും കമ്മീഷൻ അവർക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഇവരുമായി ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഈ കേസുമായി മുന്നോട്ട് പോകുക എന്ന കാര്യത്തിൽ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. അതിൽ നിന്ന് ഇനി പിന്നോട്ടില്ല എന്ന് പറയുന്നു. പെൺകുട്ടി പറയുന്നു, കഴിഞ്ഞ തവണ തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇക്കാര്യങ്ങൾ ചെയ്തത്, ഏതാണ്ട് തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെയും എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ പറയേണ്ടി വന്നു, അതൊരു ഗുരുതരമായൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ എന്തിന് പെൺകുട്ടി സ്വന്തം വീട്ടുകാർക്കെതിരെ മൊഴിമാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ, അപ്പോൾ ആ സാഹചര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ട് പുതിയ പരാതികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. വൈകാതെ കോടതിയെ അടക്കം സമീപിക്കും. ശരി, എന്താണ് നോക്കാം, വലിയ ട്വിസ്റ്റാണല്ലോ ആ സംഭവത്തിൽ ഉടനീളം സംഭവിക്കുന്നത്. എന്താണെങ്കിലും ആ കേസിൽ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുകയാണ് കുടുംബം. ഇനി